ഇങ്ങനെ കൊള്ളിയാനൊക്കെ മിന്നി ഇടി വെട്ടി മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് ഉണ്ട്. എവിടാ? നമ്മുടെ നാട്ടിലല്ലേ. പക്ഷേ ഇവിടെ അബുദാബി വന്നേ പിന്നെ അങ്ങനത്തെ ഒരു സംഭവം ഞാൻ അങ്ങനെ അധികം കണ്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഈ പ്രാവശ്യം കണ്ടു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഫീൽ ചെയ്ത അതേ ഒരു എക്സ്പീരിയൻസ്. ഭയങ്കര ശബ്ദത്തിൽ ഇടിയൊക്കെ വെട്ടി കൊള്ളിയാനൊക്കെ ആയിട്ട് ഭയങ്കര കാറ്റ് വീശി അടിച്ച് പെരുമഴ എന്ന് പറഞ്ഞാൽ പേമാരി എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. പണ്ട് നാട്ടിൽ മാത്രം ഉണ്ടായിരുന്നൊരു പ്രതിഭാസം. പക്ഷേ നാട്ടിലെ ഇടിവെട്ടിനെ എനിക്ക് ഭയങ്കര പേടി കേട്ടോ. കൊള്ളിയാനെയും നമ്മൾ വീടിനകത്ത് കയറി പുതപ്പിനകത്ത് ഇരിക്കുകയല്ലേ. പക്ഷെ ഇവിടുത്തെ അത്ര പേടിയൊന്നും തോന്നിയില്ല. ആ ഒരു ധൈര്യത്തിലാണ് വീഡിയോ എടുത്തത്. പണ്ട് ചെറുപ്പത്തിൽ ഇങ്ങനെ ഇടി വെട്ടുമ്പോൾ എൻ്റെ വല്യമ്മച്ചി അമ്മ പറയുമായിരുന്നു, ഈശോപ്പ തേങ്ങ ഇടുന്ന. നമ്മുടെയൊക്കെ വീടിന്റെ തട്ടുംപുറത്ത് പണ്ട് കാലങ്ങളിൽ തേങ്ങ ഇടുമ്പോഴത്തെ ഒരു മുഴക്കമല്ലായിരുന്നു ഇടിവെട്ടിന്. അങ്ങനെ പറഞ്ഞു തരുന്നായിരുന്നു. ഞാനാണെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്നലെ വന്ന് ഒരുമാതിരി ചെറിയൊരു മയക്കത്തിലോട്ട് കയറിയതായിരുന്നു. പക്ഷെ ഭയങ്കര ഇടി മുഴങ്ങുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ആദ്യം ഓർത്ത് വല്ല മിസൈലുമായിരിക്കുമെന്ന്. പിന്നെ മനസ്സിലായത് ഇടി വെട്ടി മഴ പെയ്യാൻ തുടങ്ങുന്നതാന്നേ. പിന്നെ എഴുന്നേറ്റ് ഇതെല്ലാം ഇരുന്ന് കണ്ടുകൊണ്ടിരുന്നു. ഇത് ഈ വീഡിയോ നമ്മുടെ ഈ പാദയാത്രയാണ്. ബിക്കോസ് ഇത് തണ്ടർ സ്ട്രൈക്ക് ആണ്. അമ്മ നീ പറ. തണ്ടർ സ്ട്രൈക്ക് ആണോ? ഇവിടെ പാതിരാത്രിയില് ഇടി വെട്ടി മഴ പെയ്യുമെന്ന് പറയും. ഇടി വെട്ടി നമ്മുടെ തണ്ടർ സ്ട്രൈക്ക് കണ്ടോ? നൈറ്റ് പോലെ അല്ല, മോർണിംഗ്. നോക്ക് ഈ സ്കൈ നോക്ക്. ഇത് മോർണിംഗ് പറഞ്ഞ ഇത് നൈറ്റ് ആണ് ഓർ മോർണിംഗ് ആണ്. നമ്മൾ പിന്നെ ഏത് പാതിരാത്രിയിലും കൊച്ചിൻ്റെ ഭാഷയെ പറഞ്ഞാൽ അതല്ലേ നട്ടപ്പാതിരയ്ക്കും വീഡിയോ എടുത്താലും കൂടെ ഒരാൾ കാണും. ഞാൻ തമാശയ്ക്ക് പറഞ്ഞല്ലേ മോവരുമ്പോളിലെ പട്ടിയുടെ കാര്യം പറഞ്ഞതല്ല, അവരുടെ പുറകെ കാണുമെന്ന് പറഞ്ഞ പോലെ എൻ്റെ പുറകെ ഉണ്ടൊരാശ. ഞാൻ ശരിക്കും പറഞ്ഞാൽ കിടന്നപ്പോഴാണ് ഓർത്ത് ദൈവമേ ബാൽക്കണി തുണി കിടപ്പുണ്ടല്ലോ എടുക്കണമല്ലോ എന്ന്. അതല്ലേ ഉണ്ടല്ലോ അറബിക്കടലിൽ പോയി കിടക്കും തുണിയല്ല, അതുകൊണ്ട് എടുത്താണ്. കാരണം നമ്മുടെ ബാൽക്കണി വരുന്നത് അടുക്കളയുടെ സൈഡിലാണേ. പിന്നെ ഭയങ്കര കാറ്റില്ലായിരുന്നോ. കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. അങ്ങനെ ഞാൻ തുണിയെല്ലാം പെട്ടെന്ന് എടുത്ത് എൻ്റെ ആളും തുണി എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും മഴയും പെയ്യാൻ തുടങ്ങി കേട്ടോ. ഈ മഴയുടെ വീഡിയോ അയച്ചു കൊടുത്തപ്പോൾ മമ്മി എന്നോട് പറയുവാണേ, ഈ മഴേനെ നാട്ടിലോട്ട് പറഞ്ഞു വിട്ടു, ഞങ്ങൾക്ക് ഇവിടെ മഴയൊന്നുമില്ല, അപ്പടി ചൂടാണ്. അമ്പടാ, നാട്ടിൽ 2 ദിവസം അടുപ്പിച്ച് മഴ പെയ്യുമ്പോഴേ ഒടുക്കത്തെ മഴ എന്ന് പറഞ്ഞ് മഴയെ പ്രാകുന്ന നാട്ടുകാരല്ലേ നിങ്ങൾ അനുഭവിക്കുക. അപ്പം മഴ മനസ്സ് വിചാരിച്ചു നിങ്ങൾക്ക് എന്നെ വിലയില്ലാത്തതുകൊണ്ട് വിലയുള്ളവരുടെ നാട്ടിലോട്ട് ഞാൻ പോവാന്ന്. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിടുകയല്ലേ മഴയൊക്കെ. അങ്ങനെ മഴയൊക്കെ എൻജോയ് ചെയ്ത് കുറേ നേരം ബാൽക്കണിയിൽ നിന്നേ. അപ്പം ശരി എന്നാൽ പോയേച്ചും വരാം.